നമസ്തേ. ഞാൻ ഇവിടെ 21-22 ICSE കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് ജാവയാണ്, അതിന്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് 1 hour 30 minutes ആണ് ഡ്യൂറേഷൻ. നമുക്ക് അതിന്റെ ആ നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റ് അതൊക്കെ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. When a primitive data type is converted to corresponding object in its class, it is called as ബോക്സിംഗ് എന്നാണ് അതിന് പറയുന്ന വാക്ക്. അതെന്താന്ന് ചോദിച്ചാൽ പ്രിമിറ്റീവ് ഇൻറ്റിജർ ഒക്കെ ഉണ്ട്. നമുക്ക് അതായത് ക്യാപിറ്റൽ ഐ ഇൻറ്റിജർ അങ്ങനെയുള്ള ഒരു ബോക്സിംഗ്, അതിനെ ബോക്സിംഗ് എന്നും തിരിച്ചു പറയുന്നതിനെ അൺബോക്സിംഗ് എന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെ ബോക്സിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ആ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരിച്ചു ചെയ്യുന്നതിനെ നമ്മൾ അൺബോക്സിംഗ് എന്ന് പറയും. ഇതിൽ സ്റ്റേറ്റ് ദ വാല്യൂ ഓഫ് y ആഫ്റ്റർ ഫോളോയിങ് ഇസ് എക്സിക്യൂട്ട്. അത് എക്സിലാണ് 7 സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ ആണ്. അപ്പൊ അത് ലെറ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ക്യാരക്ടർ ഡോട്ട് ഈസ് ലെറ്റർ എക്സ് ലെറ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് ലെറ്റർ ആണ്. അല്ല, അത് ലെറ്റർ അല്ലല്ലോ, സംഖ്യയല്ലേ. അപ്പൊ ഫാൾസ് എന്നത് ഉത്തരം പറയും. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് മിസിസിപ്പി ഫോളോയിങ് സ്ട്രിംഗ് മെത്തേഡ്. മിസിസിപ്പിയില് ഇൻഡെക്സ് ഓഫ് എസ് നമ്മൾ 0 തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ എസ് 2 വരുന്നത്. അപ്പൊ 2, അതിൽ ഐ എന്ന് പറയുന്നത് 0 തുടങ്ങുമ്പോൾ മൊത്തം 11 ഉണ്ടെങ്കിലും 0 തുടങ്ങുന്നതുകൊണ്ട് അവസാനത്തെ ഐ 10 അല്ലെ. 0M 1I 2S 3S 4I 5S 6S 7I 8P 9P 10I അല്ലെ, 10. അപ്പോ അത് 12 ആണ്. 12 ആണ് അതിന്റെ ആൻസർ. പഴയ 2ഉം ഈ 10ഉം കൂടെ കൂട്ടി 12. അവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കറസ്പോണ്ടിങ് റാപ്പർ ക്ലാസ് ആ മുകളിലത്തെ ക്വസ്റ്റനായിട്ട് ഇതിന് ബന്ധമുണ്ട്. അത് ക്യാപിറ്റൽ ഇൻറ്റിജർ ആണ്, ക്യാപിറ്റൽ ഐ, അതായത് 4ാമത്തത്. മൊത്തം ക്യാപിറ്റൽ അല്ല, തുടക്കം. അങ്ങനെയാണ് അത് റാപ്പ് ചെയ്യുന്നത്. ആ റാപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ റാപ്പ് ചെയ്യുന്നതിന് നമ്മൾ ബോക്സിംഗ് എന്നാ പറയും, പെട്ടിയിലാക്കുക. അടുത്തത് വേരിയബിൾ ദാറ്റ് ഈസ് ഡിക്ലെയർഡ് വിത്തിൻ ദ ബോഡി ഓഫ് എ മെത്തേഡ് ഈസ് ടേംഡ് ആസ് വേരിയബിൾ ദാറ്റ് ഈസ് ഡിക്ലെയർഡ് വിത്തിൻ ഒരു ബോഡിക്കുള്ളിലാണ്. അപ്പൊ അതിന്റെ സ്കോപ്പ് ലോക്കലാണ് അല്ലെ. മെത്തേഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിൽ മാത്രം. അപ്പൊ അതിനെ ആ ഏരിയയിലേ ഉള്ള അതിന് സ്വാധീനം. അപ്പൊ അതിന് ലോക്കൽ വേരിയബിൾ എന്ന് പറയും. ഇത് നമ്മള് ഒരു അറേ ഡിക്ലറേഷൻ ആണ്. അതിന്റെ ഫോർമാറ്റ് രണ്ടാമത്തതാണ്. 1 അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2 ഒരു എലമെന്റിൽ 10 സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. എനിവേ, രണ്ടാമത്തതാണ് ആൻസർ. അതാണ് അതിന്റെ സിൻടാക്സ്. അതാ അറേ ഡിക്ലറേഷൻ. എ വേരിയബിൾ ദാറ്റ് ഈസ് ബൗണ്ടഡ് ടു ദ ഓബ്ജക്ട് ഇറ്റ്സെൽഫ് ഈസ് കാൾഡ് object itself is called variable that is bounded to the object. ആ ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതിനെ നമ്മൾ ഇൻസ്റ്റൻസ് എന്നാ പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റിലും വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ എ വേരിയബിൾ ദാറ്റ് ഈസ് ബൗണ്ടഡ് ടു ദ ഒബ്ജക്ട് ഇറ്റ്സെൽഫ്, അതിനെ ഇൻസ്റ്റൻസ് വേരിയബിൾ. ക്ലാസിന്റെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആ മെത്തേഡിന്റെ ബോഡിക്കുള്ളിലാണ്. ആർഗ്യുമെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെത്തേഡിന്റെ പാരാമീറ്റേഴ്സിൽ ഉള്ളതാണ്. അപ്പം ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, ഇൻസ്റ്റൻസ് വേരിയബിളാണ്. പിന്നെ ആക്സസ് മോഡിഫയർ ദാറ്റ് ഗീവ്സ് മോസ്റ്റ് ആക്സസിബിലിറ്റി. ഇപ്പോൾ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വീട് പ്രൈവറ്റ് ആക്സസിബിലിറ്റിയാണ്. അപ്പോൾ പ്രൊട്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരുതരം പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ആ വേർഡിന്റെ മീനിങ് വെച്ച് തന്നെ പബ്ലിക് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പാക്കേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മോഡുല ലാങ്
യൂട്ടിലൊക്കെ എഴുതുന്ന ഒരു പാക്കേജാണ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അതിൽ സ്ട്രിങ് ആയിട്ട് 26.0യും ബിയിൽ 74.0യും ഉണ്ട്. സ്ട്രിങ്ങാ. അപ്പൊ അതിനെ പാർസ് ചെയ്ത് ഡബിൾ ആക്കും. അപ്പൊ 26.0 എന്നുള്ള സ്ട്രിങ്ങിനെ ഡബിൾ ആക്കും. ഡബിൾ ആക്കിയിട്ട് സിയിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ബിയിലുള്ളതിനെ പാർസ് ചെയ്ത് ഡിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടും. അപ്പൊ നമുക്കറിയാം 26.0നെ 74 കൊണ്ട് കൂട്ടുമ്പോൾ 100 വരും. മൂന്നാമത്തതാണ് ആൻസർ. അതിനകത്ത് സംശയത്തിന്റെ പ്രശ്നമില്ല. റാപ്പർ ക്ലാസ് നമ്മൾ പറഞ്ഞ 2-3 ബന്ധമുണ്ട്. ആ ബോക്സിംഗ് ഒക്കെ പറഞ്ഞ അവിടെ ലാങ് ആണ് ആ പാക്കേജിന്റെ പേര്, ജാവ ലാങ്. ഓക്കെ, അതാ നേരത്തെ പറഞ്ഞ 1-2 ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു കണക്ഷൻ ബന്ധപ്പെടുത്തി നമുക്ക് ആലോചിക്കാം. ബോക്സിന്റെ കാര്യം പറഞ്ഞു, റാപ്പറിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? അപ്പൊ അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് ഡിഫൈൻ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാദ്യം. Define a class to declare an integer array of size n and accept the elements into the array. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്, അതിനകത്തൊരു ഇന്റിജർ അറേ ഉണ്ട്. എന്നിട്ട് ആ അറേയിലേക്ക് എലമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് സെർച്ച് ചെയ്യുക. ലീനിയർ സെർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ നോക്കുക. ഒന്നാമത്തെ നോക്കി, രണ്ടാമത്തെ നോക്കി, മൂന്നാമത്തെ നോക്കി. ചിലപ്പോൾ ഒന്നാമത് നോക്കുമ്പോൾ ഒന്നാമത് തന്നെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ രണ്ടാമത് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ഏറ്റവും നടുക്ക് വെച്ച് കിട്ടിയെന്നിരിക്കും, ഏറ്റവും അവസാനം വെച്ച് കിട്ടിയെന്നിരിക്കും. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നോക്കും. അതാണ് ലീനിയർ സെർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിന് പകരമായിട്ട് ബൈനറി സെർച്ച് ഒക്കെ അറിയാം. അതിന് പകുതിക്ക് വെച്ച് നോക്കുന്ന പരിപാടി. അത് ഇൻഡെക്സ്ഡ് ആണെങ്കിലേ പറ്റുള്ളൂ. ഇൻഡെക്സ്ഡ് അല്ല, സോർട്ടഡ് ആണെങ്കിലേ പറ്റുള്ളൂ. അത് അപ്പോൾ അതിന്റെ പ്രോഗ്രാം ഒന്ന് നമുക്ക് നോക്കിക്കളയാം. ലീനിയർ സെർച്ചിന്റെ പ്രോഗ്രാം പഠിക്കുക, അതവിടെ എഴുതിയാൽ മതി. അതാണ് അവിടുത്തെ ഉത്തരം. ഇവിടെ ഒന്ന് നോക്കിയേക്കാം ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ ആ സ്കാനർ വെച്ചിട്ട് ഇൻപുട്ട് വന്നു. എന്റർ നമ്പർ ഓഫ് എലമെന്റ്സ്, എത്ര സൈസ് എത്ര വേണമെന്ന് ചോദിച്ചു. ആ സൈസ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു അറേ ഉണ്ടാക്കും. 10 നമ്മൾ കൊടുക്കുന്നെങ്കിൽ 10 സൈസിൽ ഒരു അറേ ഉണ്ടാക്കി. 25 കൊടുക്കുന്നെങ്കിൽ 25ന്റെ സൈസിൽ. എന്നിട്ട് അതിനകത്ത് ഓരോ എലമെന്റും എടുക്കും. ആ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഓരോന്ന് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഏതാന്ന് നോക്കും. എന്നിട്ട് ഫോർ ലൂപ്പിൽ ഈ ഫരേസി സെർച്ച് അത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഇന്നിടത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യും. അവസാനം വരെ പോയിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഈഫിൽ വരും. അവിടെ ഒരു ഈക്വൽ ടു കൂടെ വേണം. അവിടെ അത് പ്രിന്റ് ചെയ്യും. അവിടെ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് 2 ഈക്വൽ ടുന്റെ ആവശ്യമുണ്ട്. അസൈൻമെന്റ് അല്ല അവിടെ വേണ്ട. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ലീനിയർ സെർച്ചിന്റെ ഒരു നേരിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. നമ്മൾ ലീനിയർ സെർച്ച് അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ടാകാതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ക്ലാസ് ടു ഡിക്ലെയർ ക്യാരക്ടർ അറേ സൈസ്. അറേ സൈസ് പറഞ്ഞിട്ടുണ്ട് 10 ആണ്. എന്നിട്ട് അതിനകത്ത് ക്യാരക്ടർ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് നമ്മളെ ആ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ എത്ര അപ്പർ കേസ് ഉണ്ട് അത് പ്രിന്റ് ചെയ്യണം. പിന്നെ വവൽസ് എത്രയുണ്ടെന്ന് പറയണം, അല്ലെ? അപ്പോ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് എ മുതൽ ഇസഡ് വരെ ക്യാരക്ടേഴ്സ് എത്രയുണ്ടെന്നല്ലേ. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ആദ്യം 2-3 വേരിയബിൾ ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പർ കേസ് 0 വവൽസ് നമുക്ക് അതിനകത്ത് കൗണ്ട് ചെയ്യണ്ട. പിന്നെ CH എന്ന് പറഞ്ഞ 2 ക്യാരക്ടർ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് സം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ക്യാരക്ടർ സ്മോൾ ലെറ്റർ ആകാം, ക്യാപിറ്റൽ ലെറ്റർ ആകാം. അത് 10 എണ്ണം എടുത്തിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ക്യാരക്ടർ 10A ഈക്വൽ ടു SC നെക്സ്റ്റ് ടു ക്യാരക്ടർ അറേ എന്ന് പറയുന്നതിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് A മുതൽ Z വരെ ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കും.
അങ്ങനെയാണ് അപ്പർ കേസ് ഇൻക്രിമെന്റ് ചെയ്യും. AEIOU അതും ക്യാപിറ്റൽ ലെറ്ററാണ് നോക്കുന്ന വോവൽസ്. എന്നിട്ട് അതിന്റെ എണ്ണം പ്രിന്റ് ചെയ്യും. വളരെ വേഗം മനസ്സിലാകാവുന്ന ഒരു പ്രോഗ്രാം തന്നെ. അത് കൗണ്ട് ചെയ്യുന്നതാണ് അത് ചെയ്യുന്നത്. അടുത്തത് ഡിഫൈൻ എ ക്ലാസ് ടു ഡിക്ലെയർ ആൻ അറേ ഓഫ് സൈസ് 20. ഡബിൾ ഡേറ്റ ടൈപ്പ്. അതായത് അറേ സൈസ് 20 ആണ്, ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സം പ്രിന്റ് ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ ഏതാണെന്നും പറയാം. ആ കൊടുത്തതിൽ വലിയ നമ്പർ ഏതാന്ന് പറയാം. അപ്പോ സം ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം. അതൊരു ഫോർ ലൂപ്പ് ഇടുക, എന്നിട്ട് ഓരോന്നോരോന്ന് റീഡ് ചെയ്തിട്ട് സം ചെയ്യും. ആ സം ചെയ്യലാണ് ഈ 4 integer I is equal to 0, I less than 20, I plus plus ARR I. അത് 20 നമ്പർ എടുത്തു. ആദ്യം മാക്സിമം നോക്കി അതിന്റെ കൂടെ തന്നെ സമ്മും ചെയ്യുക ചെയ്യാം. ഒരു ഫോർ ലൂപ്പ് ഇട്ടു. ഈ ARR I മാക്സ് എന്ന് പറഞ്ഞാൽ ആ വരുന്ന എലമെന്റ് മാക്സുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്ന എലമെന്റ് വലുതെങ്കിൽ അത് മാക്സ് ആണ്. ആദ്യത്തെ നമ്പർ എടുത്തു, അത് മാക്സ് ആണോ നോക്കി, ആണെങ്കിൽ അതിനെ മാക്സ് ആക്കും. അതാണ് മാക്സ് ഇസ് ഈക്വൽ ടു ARR എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് അതിന്റെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ലാർജസ്റ്റ് നമ്പറും മാക്സും പ്രിന്റ് ചെയ്യും. അപ്പൊ അവിടെ ആ അരയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെയും രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ വലുതെങ്കിൽ പിന്നെ അടുത്ത തവണ മാക്സ് അതാ. പിന്നെ മൂന്നുമായിട്ട് കമ്പയർ ചെയ്ത് വലുതല്ലെങ്കിൽ മാറ്റത്തില്ല. നാലുമായിട്ട് കമ്പയർ ചെയ്തു വലുതാണെങ്കിൽ പിന്നെ നാലാമത്തെ മാക്സ് ആക്കിയിട്ട് അടുത്ത കമ്പയർ ചെയ്യും. അങ്ങനെയാണ് അത് പോകുന്നത്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലേ. പിന്നെ രണ്ട് സ്ട്രിങ് ഡിഫൈൻ എ ക്ലാസ് ടു ആക്സെപ്റ്റ് 2 സ്ട്രിങ്. രണ്ട് സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുക, കൺവേർട്ട് ദം ഇൻറ്റു, എന്നിട്ട് അത് അപ്പർ കേസ് ആക്കുക. എന്നിട്ട് അത് ചെക്ക് ആൻഡ് ഡിസ്പ്ലേ വെദർ 2 സ്ട്രിങ്സ് ആർ ഈക്വൽ ഓർ നോട്ട്. അത് ഈക്വൽ അല്ലെങ്കിൽ അതിനകത്ത് ഹയസ്റ്റ് ലെങ്ത് ഏതാണെന്ന് പറയുക. അത് ഈക്വൽ ആണെങ്കിൽ പ്രിന്റ് ദ മെസ്സേജ് ബോത്ത് ദ സ്ട്രിങ്സ് ആർ ഈക്വൽ ലെങ്ത്. അതാണ് ക്വസ്റ്റ്യൻ. സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആണ്. അപ്പോ അതിൽ S1 S2 എന്ന് പറഞ്ഞ് രണ്ട് സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. സ്കാനറിൽ രണ്ട് സ്ട്രിങ് എടുക്കും, അത് S1 S2 സ്റ്റോർ ചെയ്തു. എന്നിട്ട് S1 ഉള്ളത് അപ്പർ കേസ് ആക്കി, S2 അപ്പർ കേസ് ആക്കി. എന്നിട്ട് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ അത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ആ ലെങ്ത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ S1 പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ S2 പ്രിന്റ് ചെയ്യും. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് തോന്നുന്നു. ആ നോട്ട് ഈക്വൽ ടു ഫാൾസ് ആണെങ്കിൽ, അല്ലെ, നോട്ട് ഈക്വൽ ടു ഫാൾസ് ആണെങ്കിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഒരുപോലെയാണെന്നല്ലേ അർത്ഥം. അതാണ് അവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിന്റെ. അടുത്തത് എന്താ ചെയ്യുന്നത്? പാലൻഡ്രോം ആണ് അല്ലെ. പാലൻഡ്രോം എന്ന് പറയുമ്പോൾ മലയാളം എന്നുള്ള MALAYM അത് തിരിച്ചിട്ടാലും മലയാളം തന്നെ. മാഡം തിരിച്ചിട്ടാലും മാഡം തന്നെ. റേസ് കാർ അത് തിരിച്ചിട്ടാലും റേസ് കാർ തന്നെ. നമ്മൾ അതിനെ പാലൻഡ്രോം എന്ന് വിളിക്കും. ഡിഫൈൻ എ ക്ലാസ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ്, കൺവേർട്ട് ഇറ്റ് ഇൻ ലോവർ കേസ്. അത് എടുത്തിട്ട് അതിനെ ലോവർ കേസ് ആക്കുക. എന്നിട്ട് അത് പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കുക. പാലൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിനർത്ഥം ബാക്ക്വേർഡ് എന്ന് തിരിച്ചു വായിച്ചാലും ആ വാക്ക് തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പാലൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രിങ് ചോദിക്കും, എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോവർ കേസ് ആക്കും. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത്
അവസാനത്തിൽ നിന്ന് ആദ്യത്തിലോട്ട് പോവുക, തിരിച്ചാ പോവുക. എന്നിട്ട് ഓരോരോ ക്യാരക്ടർ ബിയിൽ ആഡ് ചെയ്ത് പോകും. അതാണ് ബി എ പ്ലസ് എ ക്യാരക്ടർ അറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് പോകും. എന്നിട്ട് എ ഡോട്ട് ഈക്വൽസ് ഇഗ്നോർ കേസ് ബി, അവിടെ ഒരു ഡോട്ടാ വേണ്ട, സെമിക്കോളൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് തിരിച്ച് സ്റ്റോർ ചെയ്തിട്ട് വന്ന സ്ട്രിങ്ങും പഴയ കിട്ടിയ സ്ട്രിങ്ങും ഒരുപോലെയാണെങ്കിൽ നമ്മളത് പാലൻഡ്രോം ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല. അവിടെ ഈക്വൽസ് ഇഗ്നോർ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ കേസിലാക്കിയിട്ടുണ്ട്, എല്ലാവരും ഒറ്റ കേസിൽ തന്നെയാണ്. എന്നാൽ പോലും ആ പ്രോഗ്രാം ആ കേസ് ഇല്ലാണ്ട് തന്നെ, അതായത് സ്മോൾ എയും ക്യാപിറ്റൽ എയും ഒരുപോലെ തന്നെ പരിഗണിക്കും. അതാണ് കേസ് ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത് രണ്ടായിട്ട് പരിഗണിക്കില്ല. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഡിഫൈൻ എ ക്ലാസ് ടു അക്സെപ്റ്റ് ആൻഡ് സ്റ്റോർ 10 strings into the array and print the strings with an even number of characters. ഒരു ക്ലാസ് വേണം, അതിനകത്ത് 10 സ്ട്രിങ് വേണം അല്ലെ. Accept and store 10 strings into the array and print the strings with an even number of characters. അത് ഈവൻ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മള് ഇവിടെ 0 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ 3 സ്ട്രിങ് എടുത്തിട്ടുണ്ട് അല്ലെ. എന്റെ 10 strings എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിന് ലെങ്ത് നോക്കി %2 ലെങ്ത് നോക്കുമ്പോൾ 8, 10, 6, 4, 2 ആണെങ്കിൽ നമ്മൾ പറയുന്ന അതിന് ഈവൻ നമ്പർ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യില്ല. അതാണ് ആ പ്രോഗ്രാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. ഇത് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, 1.5 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. വിഷ് യു ആൾ സക്സസ്.